ഹായ് ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. ഞാൻ സോഫി പോളി. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യായാമം ചെയ്യാനുള്ള മടി കാരണം എനിക്കൊരു പണി കിട്ടിയ സംഭവം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ തലയ്ക്ക് ഭയങ്കര കറക്കം, എണീറ്റ് നിൽക്കാൻ പാടില്ല. തേങ്ങി 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 അങ്ങോട്ട് പോവുക. ഭൂമി കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ്. എമർജൻസി വേഗം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എല്ലാ ടെസ്റ്റുകളും അങ്ങോട്ട് ചെയ്തു. ഡോക്ടർ തന്ന ഒരു ഗുളികേമ എനിക്ക് തലേക്കൊന്ന് നിവർത്തി നിൽക്കാൻ പറ്റി. അങ്ങനെ എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ടിനായിട്ട് കാത്ത് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സംശയം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഈ തലയ്ക്ക് എക്സ്റേ എടുത്ത് കൂടാണ്ട് വീണ്ടും സ്കാൻ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം അങ്ങേര് പറയാ, നിൻ്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോയെന്ന് നോക്കാനാണ്. എനിക്കത് കേട്ടപ്പോൾ അങ്ങോട്ട് തരിച്ചങ്ങോട്ട് വന്നു. ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് ഞാനത് അങ്ങോട്ട് കടിച്ചമർത്തി. ദേഷ്യം കടിച്ചമർത്തുന്നതും നല്ലൊരു വ്യായാമമാണ്. ഞാൻ ആ ദേഷ്യം കടിച്ചമർത്തി അവിടെ എങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു ചേച്ചി എന്നോട് ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. എൻ്റെ ദൈവമേ, അത് കണ്ട് കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് വിഷമമായിട്ടോ. കാര്യം എന്താണെന്നറിയാമോ, ഞാൻ ഇട്ടേക്കണ ചുരിദാറിൻ്റെ ടോപ്പ് മറിച്ചിട്ടേക്കണേന്ന്. എനിക്ക് ഇത്രയും വലിയ നാണക്കേട് വരാനില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ഞാൻ ബാത്റൂമിൽ ചെന്ന് ആ ഡ്രസ്സ് മറിച്ചൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേരെ എന്നെ നേരെ നല്ലോണം ഇങ്ങനെ നോക്കിയിട്ട് പറയാ, എടി ഇത്ര നേരം എൻ്റെ കണ്ണിന് ഭയങ്കര മങ്ങലായിരുന്നു, ഇപ്പം നല്ല തെളിച്ചുണ്ട് കേട്ടാ. നിൻ്റെ ചുരിദാറിനൊക്കെ ഇപ്പം എന്തിനു നല്ല നിറമൊന്നു. അത് കേട്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി ദേഷ്യം വന്നു. ഞാൻ പല്ല് കടിച്ചമർത്തി, ദേഷ്യവും കടിച്ചമർത്തി. അത് വ്യായാമം. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ നേഴ്സ് വന്ന് വിളിച്ചു, റിസൾട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, വേഗം സന്തോഷപൂർവ്വം ഞങ്ങൾ ഡോക്ടറുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെന്ന് എന്നെ കണ്ട വഴി ഡോക്ടർ പറഞ്ഞു, ചേച്ചി ഭയങ്കര ഹൈ ലെവലിലേക്കാണല്ലേ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാനൊരു 3-4 ചാനലിലൊക്കെ 10-12 കോമഡി ഷോ, സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്നെ തിരിച്ചറിയണില്ലാന്നേ. ഡോക്ടർ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഡോക്ടർ പറയാ, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം ഹൈ ലെവലാണ്. ഡോക്ടർ ഉദ്ദേശിച്ച ലെവൽ ഇതായിരുന്നല്ലേ. എനിക്കപ്പോൾ ആകെ ഒരു ചമ്മലൊക്കെ വന്ന് ഞാനപ്പോൾ ഡോക്ടറോട് വേഗം എടുത്ത് ചോദിച്ചു, എൻ്റെ തലയ്ക്ക് സ്കാൻ ചെയ്തത് എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുക ഒന്നുമില്ലാന്ന്. അപ്പം എൻ്റെ അടുത്തിരുന്ന ഹസ്ബൻഡ് പറയാം, ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലാന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു. ഞാനതും കടിച്ചമർത്തി. വ്യായാമം. ഡോക്ടർ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏതോ വായക്കൊള്ളാത്ത രോഗത്തിൻ്റെ പേരൊക്കെ മെറ്റോബോളിസോ, അമ്നീഷ്യ, അക്കേഷ്യ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായി, അരിയാഹാരം കഴിക്കാൻ പാടില്ല, പഞ്ചാര കഴിക്കാൻ പാടില്ല, ധാരാളം വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം, നടക്കണം. ഡോക്ടർ പറയാ, ഭൂമിയിലെ അടിയിൽ വളരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിക്കരുതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ തോന്നി ചന്ദ്രനിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. ഡോക്ടർ പിന്നെയും പറഞ്ഞു, നടക്കണം, റോഡിലിറങ്ങി നടക്കരുത്. റോഡിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ പരിചയക്കാർ സംസാരത്തിന് വരും, പരിചയമുള്ളൊരു കാറിൽ കയറ്റി കൊണ്ടുപോകും, ആക്സിഡൻ്റ് ഉണ്ടാവും, പട്ടി കടിക്കും. അതുകൊണ്ട് വീടിന് ചുറ്റും നടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. ആദ്യം ഒരു റൗണ്ട് നടന്നു, രണ്ടാമതൊരു റൗണ്ട് നടന്നപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഉഷാറൊക്കെ തോന്നി. അപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ ഓടിയിട്ട് പതുക്കെ ഞാനൊന്ന് ഓടി നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ രമണി ചേച്ചി ഈ ആമ തല പുറത്തേക്ക് ഇടുന്ന പോലെ ആ മതിലിൻ്റെ മുകളിലൊരു തല മാത്രം കാണാം. അവൾ ചോദിക്കുക, എന്താ സോഫി, നീ വീടിന് ചുറ്റും കിടന്നോടണ്ടല്ലോ, നിനക്ക് ഭ്രാന്തായോ എന്ന്. എനിക്കത് കേട്ടപ്പോൾ ആകെ വിഷമമായി. ഈ രമണി ചേച്ചി ഒരു അതിവേഗ ന്യൂസ് ചാനലാണ്, തീയില്ലാതെ പുകയുണ്ടാകുന്ന വ്യക്തിയാണ്. ഞാൻ വേഗം അകത്തേക്ക് കയറി വന്ന് എൻ്റെ മോൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയമാണ്. ഇനി എനിക്ക് ഭ്രാന്താണെന്ന് എങ്ങാനും പറഞ്ഞു വരുത്തിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ എക്സസൈസിൻ്റെ രീതി അങ്ങോട്ട് മാറ്റി. ഞാൻ വിചാരിച്ചു സൂംബ ഡാൻസ് അങ്ങ് ചെയ്യാമെന്ന്. പിന്നെ TV ഓൺ ചെയ്ത് പാട്ട് വെച്ച് അങ്ങനെ പാട്ടാസ്വദിച്ച് കണ്ണടച്ച് നിന്നുകൊണ്ട് പാട്ടാസ്വദിച്ച് അങ്ങോട്ട് സൂംബ ഡാൻസുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേൾക്കാം, സ്വർണം വെള്ളിയും നിരക്കുകൾ. സ്വർണ്ണം എന്ന് കേട്ടോടി ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ഇങ്ങേര് വന്ന് ന്യൂസ് ചാനലിട്ടേക്കണ് മാറ്റി.
ഞാൻ ചോദിച്ചെൻ്റെ മനുഷ്യൻ, നിങ്ങൾ ഇത്ര നേരമല്ലേ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ന്യൂസ് കേൾക്കാനാ? എനിക്ക് ഫ്രഷ് ന്യൂസ് കേൾക്കണം. ഓ, ഫ്രഷ് ജ്യൂസ് ചോദിക്കാതിരുന്നു ഭാഗ്യം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോയേനെ. ഞാനതും ക്ഷമിച്ചു. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. എല്ലാവരും ക്ഷമയുള്ളവരാകുക.